ഹലോ ഗൈസ്, ഇന്നിപ്പോ നമ്മൾ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ്. പെരയിൽ ചോറ് ബാക്കിയാവുമ്പോ മെല്ലെ കൊണ്ടുപോയി കാടി വെള്ളത്തേക്ക് തട്ടാൻ നിൽക്കണ്ട, അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണിത്. ആദ്യം ഉണ്ടാക്കാൻ എന്താണ് വേണ്ടതെന്ന് നോക്കാം. ബാക്കി വന്ന ചോറും കുറച്ച് മൈദപ്പൊടി, പിന്നെ കുറച്ച് വെള്ളവും, കുറച്ച് ഉപ്പും, കുറച്ച് എണ്ണ. ഇനി വേണ്ടവർക്കാണെങ്കിൽ തേങ്ങ വേണമെങ്കിലും ഇടാം കേട്ടോ. ഇനിയിപ്പോ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ബാക്കി വന്ന ചോർക്ക് കുറച്ച് മൈദപ്പൊടി അങ്ങോട്ട് ഇടാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴക്കാം. ഇതിപ്പോ നല്ലോണം മിക്സായി വന്നിക്കണം. ദാ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. വെള്ളം ഒഴിച്ചുമ്പോ നോക്കി കണ്ടൊക്കെ ഒഴിച്ചോളുണ്ട്. വെള്ളം എറിയ മാവ് പിന്നെ പിടിച്ചാൽ കിട്ടൂല. ഇനിയിപ്പോ ഇത് ഉണ്ടാക്കണത് എങ്ങനെയെന്ന് നോക്കാം. അതിനൊരു ചട്ടി കൊണ്ട് എടുത്തിട്ട് അടുപ്പത്ത് കടുവെക്കുക. എന്നിട്ട് അതിൽ കുറച്ച് എണ്ണ തേക്കുക. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിക്ക് കൂട്ടി വെച്ച മാവ് എടുത്ത് കജ്ജോണ്ട് അങ്ങോട്ട് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിന്റെ മേലേക്ക് കുറച്ച് എണ്ണ കിട്ടാക്കുക. എന്നിട്ട് കുറച്ചു നേരം ക്ഷമിച്ച് നിൽക്കണം കേട്ടോ. അപ്പക്കിന് ഒരു ഭാഗം വേവാകും. അപ്പൊ ഒരു ചട്ട എടുത്തിട്ട് അങ്ങോട്ട് മറിച്ചിടുക. അങ്ങനെ കുറച്ചു നേരം കൂടി അവിടെ കിടക്കട്ടെ. രണ്ട് ഭാഗവും വെന്തിക്കണം. ഇനി അതൊരു പാത്രത്തേക്ക് മാറ്റാം. ഇനി ബാക്കിയുള്ള മാവും കൂടി അങ്ങനെ അങ്ങോട്ട് ചുട്ടെടുക്കാം. ഇപ്പൊ ഇതാ നല്ല അപ്പം റെഡി ആക്കണം. പെരയിൽ ബാക്കി വന്ന ചോറ് കൊണ്ടുപോയി കളയാണ്ട് ഇനി ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളിട്ടോ. നോലുമ്പ് തുറക്കാനും രാവിലെ ചായക്കടിക്കൊക്കെ തിന്നാൻ രസമാണിട്ടത്. മടിച്ചു നിൽക്കാണ്ടെന്നാ വേഗം പോയി ഉണ്ടാക്കിക്കോളി. ഇഷ്ടമായ നമ്മളൊന്നും അങ്ങോട്ട് സപ്പോർട്ട് ആക്കിട്ടോ. ഇനി വേറൊരു ഐറ്റമായിട്ട് നാളെ കാണാം. ബൈ ബൈ.